വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. ഏവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തർജ്ജമ എന്നുള്ള ഭാഗമാണ്. നമ്മൾ പഴഞ്ചൊല്ലുകളുടെ തർജ്ജമ നമ്മൾ കണ്ടു. ഇനി നമുക്ക് തർജ്ജമ വാക്യം സാധാരണയായിട്ട് PSCക്ക് ചോദിച്ചു വരാറുള്ള തർജ്ജമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ തർജ്ജമകളൊക്കെയും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബീ ഇൻ വൺസ് ബോണറ്റ്. എന്താണ് എ ബീ ഇൻ വൺസ് ബോണറ്റ്? എന്താണ് അതിൻ്റെ മലയാള പരിഭാഷ എന്നറിയാമോ? ഒരാളുടെ ബോണറ്റിനുള്ളിലെ ഈച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുറത്ത് കിടക്കാൻ പറ്റാത്ത എന്തോ അവസ്ഥയിലുള്ള ഒന്ന് എന്ന് അർത്ഥം, അല്ലെങ്കിൽ വിട്ടുപോകാത്ത ഒന്ന് എന്നർത്ഥം. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മലയാളമാണ് എന്താ നോക്കൂ. എ ബീ ഇൻ വൺസ് ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിയാബാധ. എന്താണ് ഒഴിയാബാധ? നമുക്ക് വേറെ കളർ പേന എടുക്കാമേ. ഓക്കെ, എല്ലാം ബ്ലാക്ക് ആയി പോയാൽ നമ്മളെങ്ങനെ ആൻസർ കണ്ടുപിടിക്കും? ഇനി അടുത്ത് നോക്ക്. എ കോൾഡ് ഫിഷ്. സാധാരണ ആരെയാണ് ഈ കോൾഡ് ഫിഷ് എന്ന് വിളിക്കാന്നറിയാമോ? എന്ത് സംഭവം ഉണ്ടായാലും പ്രതികരിക്കാതെ, അതിനോടൊന്നും പ്രതികരിക്കാതെ, ദുഃഖം വന്നാലും കുഴപ്പമില്ല, സന്തോഷം വന്നാലും കുഴപ്പമില്ല, ഞാൻ പ്രതികരിക്കില്ല എന്ന് കരുതിയിരിക്കുന്ന, അല്ലെങ്കിൽ പ്രതികരണ ശേഷിയൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരെ നിഷ്കു എന്നൊക്കെ പറയില്ലേ? ആ നിഷ്കുകളെ പറയുന്നതാണ് കോൾഡ് ഫിഷ്. അതിന് പകരമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം എന്താണെന്നറിയാമോ? നിർവികാരൻ. എന്താണ്? നിർവികാരൻ. അടുത്ത് നോക്ക്. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കേ. നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളൊരു കഥ പറയുകയാണ്, നമ്മളെ ഒരു സംഭവം പറയുകയാണ്, നമുക്കതിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ, അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ശൈലി, ഒരു സെന്റൻസ് ഉപയോഗിക്കുക. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്ന് നോക്കാം. അവിശ്വസനീയമായ കഥ. എന്താണ് അവിശ്വസനീയമായ കഥ? എ ഡേ ഡ്രീം. എ ഡേ ഡ്രീം എന്ന് വെച്ചാൽ പകൽ സമയത്ത് കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു വ്യർത്ഥമായിട്ട് കാണുന്ന സ്വപ്നം എന്നുള്ള അർത്ഥമാണ്. അതിനെ നമ്മൾ നടക്കാത്ത സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇത് അങ്ങനെയുള്ളതാണ്, അതായത് പകൽക്കിനാവ് എന്ന് പറഞ്ഞ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ പുച്ഛിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സമാനമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്, ഒരു പ്രയോഗമാണ് എ ഡേ ഡ്രീം എന്ന് പറയുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ പറയുക? ദിവാസ്വപ്നം കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പം നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? PSCക്ക് അപേക്ഷിക്കുന്ന പരീക്ഷയൊന്നും എഴുതാതെ അവർ വീട്ടിൽ വന്ന് നമുക്ക് ജോലി തന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. എൻ്റെ നല്ല ദിവാസ്വപ്നമാണല്ലേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് എ ഡേ ഡ്രീം എന്നുള്ള സെൻറ്റൻസ്, അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക. ഇനി ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീനിന് ജീവിക്കാൻ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളമാണ് അതിൻ്റെ ജീവന പരിസരം എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ എന്ത് സംഭവിക്കും? അത് കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോകും. അപ്പോൾ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, കരയിലേക്ക് എടുത്തിട്ട മത്സ്യത്തിന് എന്താ സംഭവിക്കുക? അത് കിടന്ന് പിടയും. അപ്പോൾ അങ്ങനെ ഒരാൾ സാധാരണയായി ജീവിച്ചു വരുന്ന പരിസരത്തിൽ നിന്ന് പരിസരത്തിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അയാൾ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുമ്പോൾ അയാളെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെന്റൻസ് ഉപയോഗിക്കുക. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഇതിൻ്റെ മലയാളം എന്താണ്? കരയിലിട്ട മത്സ്യത്തെ പോലെ. കരയിലിട്ട മത്സ്യത്തെ പോലെ. ഹാർഡ് നട്ട് ടു ക്രാക്ക്. എന്താണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ പൊട്ടിക്കാൻ പറ്റാത്ത കായ എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. എന്താണ് പൊട്ടിക്കാൻ പറ്റാത്ത, നമ്മൾ എത്ര കടിച്ചാലും പൊട്ടാത്തത് എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിന് വരിക. എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് നമ്മളതിനെ പ്രയോഗിക്കുക. മലയാളത്തിലാണെങ്കിൽ ഇതിനെ എങ്ങനെ പ്രയോഗിക്കുമെന്നറിയാമോ? കീറാമുട്ടി. എന്താണ്? കീറാമുട്ടി.
ഈ പുളിയുടെയൊക്കെ തടിയുണ്ടല്ലോ, അത് എത്ര വെട്ടിയാലും വെട്ടി മുറിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അറുത്തൊക്കെ എടുക്കേണ്ടി വരും, സോമിലൊക്കെ കൊണ്ടുപോയി അറുത്ത് മുറിച്ചൊക്കെ എടുക്കേണ്ടി വരും. അല്ലാതെ വെട്ടി കീറാൻ ഭയങ്കര പ്രയാസമാണ്. ഇത്തരത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ എന്ത് പറയാറുണ്ട്? ഇതൊരു വലിയ കീറാമുട്ടിയായല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ. എ ബീ ഇൻ വൺസ് ബോണറ്റ്, ഒഴിയാബാധ. എ കോൾ ഫിഷ്, നിർവികാരൻ. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, അവിശ്വസനീയമായ കഥ. എ ഡേ ഡ്രീം, ദിവാസ്വപ്നം. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, കരയിലിട്ട മത്സ്യത്തെ പോലെ. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്, കീറാമുട്ടി. ക്ലിയർ ആണല്ലോ? അടുത്തയിലേക്ക് പോവാം. നോക്കിക്കേ. ലാഫിംഗ് സ്റ്റോക്ക്. ലാഫിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കഥയിലും മനുഷ്യരെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ അയാൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളിലൂടെയോ അയാളുടെ ചേഷ്ടകളിലൂടെയോ ചിരി ജനിപ്പിക്കുന്ന ഒരാളുണ്ടാകും. അത് നിത്യജീവിതത്തിലാണെങ്കിലും കഥയിലാണെങ്കിലും ഒക്കെ, ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കുള്ളിലൊക്കെ അങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ സൂചിപ്പിക്കുന്നതാണ് ലാഫിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മലയാള പരിഭാഷ എന്താണ്? പരിഹാസ കഥാപാത്രം. എൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? എന്താണ്? പരിഹാസ കഥാപാത്രം. ഇനി അടുത്ത നോക്കിക്കോ. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. എന്താണ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സം കടന്നു വരുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഇതിന്റെ മലയാളം എന്താണെന്ന് അറിയാമോ? പ്രതിസന്ധി. പ്രതിസന്ധി, വിചാരിച്ചിരിക്കാതെ കടന്നു വരുന്ന പ്രശ്നം അല്ലെങ്കിൽ തടസ്സമാണിത് കേട്ടോ. എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നാൽ പ്രതിസന്ധി എന്നാണ് അർത്ഥം. അറ്റ് ലോഗർ ഹെർട്സ്. എന്താണ് അറ്റ് ലോഗർ ഹെർട്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരുമായിട്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെടാൻ ശ്രമിക്കാതെ അങ്ങനെ തന്നെ അവരോടുള്ള ദേഷ്യവും വൈരാഗ്യം നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് എന്ത് പറയുക? എന്താണ് ലോഗർ ഹെഡ്സ് എന്ന് പറയുക. എന്താണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുക? അതിനെ നമ്മൾ ശത്രുത മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ഒരു പദം പ്രയോഗിക്കേണ്ടി വരുന്നത്. അതിൻ്റെ മലയാളം നോക്കാം. ശത്രുതയിൽ കഴിയുക. എന്താണ്? ശത്രുതയിൽ കഴിയുക. അടുത്ത നോക്ക്. ബറി ദ ഹാച്ചറ്റ്. എന്താണ്? ബറി ദ ഹാച്ചറ്റ്. നമ്മൾ പറഞ്ഞു അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം ശത്രുതയിൽ ഇങ്ങനെ ശത്രുക്കളായിട്ട് തന്നെ ജീവിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് അറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബറി ദ ഹാച്ചറ്റ് ഇതിന് നേരെ വിപരീതമായ ഒന്നാണ്. എന്താണ്? ദീർഘകാലം ഇങ്ങനെ ആരെങ്കിലുമായിട്ട് ഒരു വൈരാഗ്യ ബുദ്ധി സൂക്ഷിച്ച് വെച്ചിട്ട് അയാൾ പിന്നീട് അതെല്ലാം അവസാനിപ്പിച്ചത് പാച്ചപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ബറി ദ ഹാച്ചറ്റ് എന്ന് പറയുക. ഇതിന് സമാനമായിട്ടുള്ള മലയാളം എന്താണെന്ന് വെച്ചാൽ പിണക്കത്തിനു ശേഷം വീണ്ടും സൗഹൃദത്തിലാവുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണേ. പിണക്കത്തിനു ശേഷം വീണ്ടും സൗഹൃദത്തിലാവുക. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ശബ്ദം ഇങ്ങനെ ജനാർദ്ദനൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നത്. പിണക്കത്തിനു ശേഷം വീണ്ടും സൗഹൃദത്തിലാവുക. ഇനി അടുത്ത് നോക്കിക്കേ. ബിസി അസ് എ ബി. എന്താണ്? ബിസി അസ് എ ബി. ഈച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈച്ച എവിടെയെങ്കിലും ഇരിക്കാറുണ്ടോ? ഇരിക്കും. ഒരു 2 സെക്കൻഡ് പോലും തികച്ച് ഒരിടത്തിരിക്കാറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ട് നടക്കലായിരിക്കും ഈച്ച. ഈച്ചയുടെ ആ പായൽ കണ്ടാൽ എന്ത് തോന്നും? അതിന് ഭയങ്കര തിരക്കാണെന്ന് തോന്നും. ശരിക്കും അതിനുള്ള തിരക്കുണ്ടോ? ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ അതെന്താ കാണിക്കുന്നത്? ഒന്നെങ്കിൽ ആഹാര സാധനങ്ങളുടെ പുറത്ത് വന്നിരിക്കും, അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സിന്റെ പുറത്തും പോയിരിക്കും. ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പുറത്ത് വന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടിന്റെ പുറത്ത് പോയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ ഇരിപ്പ് തന്നെയാണ് ആശാന്റെ പണി. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈച്ചയുടെ അത്രയും സമയമില്ലാത്ത അതുപോലെ തിരക്ക് പിടിച്ചോടുന്ന ആൾക്കാരെ സൂചിപ്പിക്കാനാണ് ബിസി ആസ് എ ബി എന്ന് പറയുക. അതിന്റെ മലയാളം എന്താണെന്നറിയാമോ? വളരെ തിരക്കുള്ള. വളരെ തിരക്കുള്ള. അടുത്ത നോക്കിക്കേ. ഡോഗ് ഈറ്റ് ഡോഗ്. എന്താണ്? ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു പട്ടിയെ തിന്നു എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മൾ ഭയങ്കരമായിട്ടുള്ള കടുത്ത മത്സരങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടലുകളെ സൂചിപ്പിക്കുന്നതിനാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ശൈലി നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കടുത്ത മത്സരം എന്നാണ് അർത്ഥം. ഒന്നുകൂടെ നോക്കിക്കേ. എ ലാഫിംഗ് സ്റ്റോക്ക് പരിഹാസ കഥാപാത്രം. എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് പ്രതിസന്ധി. അറ്റ് ലോഗർ ഹെഡ്സ് ശത്രുതയിൽ കഴിയുക. ബറി ദ ഹാച്ചറ്റ് പിണക്കത്തിനു ശേഷം വീണ്ടും സൗഹൃദത്തിലാവുക. ബിസി അസ് എ ബി വളരെ തിരക്കുള്ള. ഡോഗ് ഈറ്റ് ഡോഗ് കടുത്ത മത്സരം. അടുത്തയിലേക്ക് പോവാം.
ഗാർഡിയൻ നോട്ട്. ഗാർഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന്, ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് അതിനെ വിട്ടു പോരാൻ കഴിയാതെ, ഒരു തരത്തിലും അതിനകത്ത് നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഗാർഡിയൻ നോട്ട് എന്നുള്ള പ്രയോഗം കടന്നു വരിക. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? അതിന്റെ മലയാളം ഊരാ കുടുക്ക്. ഇനി അടുത്ത് ഡെഡ് ആസ് എ ഡോഡോ. എന്താണ് ഡെഡ് ആസ് എ ഡോഡോ? ഡോഡോ എന്താണ്? ഒരു പക്ഷിയാണല്ലേ. എവിടെയായിരുന്നു ഉണ്ടായിരുന്ന? മൗറീഷ്യസിൽ മറ്റും ഉണ്ടായിരുന്ന ഒരു പക്ഷിയാണ് ഈ ഡോഡോ എന്ന് പറയുന്നത്. അതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഡോഡോ പക്ഷി എന്ത് ചെയ്തു? അമിതമായിട്ടുള്ള കീടനാശിനികളുടെ ഒക്കെ പ്രയോഗം കാരണം ഡോഡോ പക്ഷി വംശനാശം സംഭവിച്ച് പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെഡ് ആസ് എ ഡോഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലെങ്ങും ഇല്ലാത്ത വണ്ണം നശിച്ചു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക? നിലവിലില്ലാത്ത എന്നാണ് പരിഭാഷപ്പെടുത്തുക. അതായത് ഡോഡോ എന്ന് പറയുന്ന പക്ഷി ഇന്ന് ഈ ഭൂമിയുടെ മേലെ ഇല്ല. അപ്പോൾ അതുപോലെ അത്രമാത്രം ഇല്ല, ഇന്നെങ്ങും ഇല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് ഭൂമിയിൽ എവിടെയും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ഡെഡ് ആസ് എ ഡോഡോ. ഇനി ഒരിക്കലും അത് കിട്ടുകയില്ല എന്നുള്ള അർത്ഥം. ഇനി ഡോങ്കീസ് ഇയേഴ്സ്. എന്താണ് ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ? കഴുതയുടെ കാലം എന്ന് പറഞ്ഞാൽ കഴുതക്കാല. ഈ തമിഴിലൊക്കെ ഒരു ചൊല്ലുണ്ട്. എന്താണ്? കഴുത വയസ്സായെന്ന് പറയും. 7 കഴുത വയസ്സായെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കഴുതയ്ക്ക് പ്രത്യേകിച്ച് സമയകാലങ്ങളൊന്നുമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതിങ്ങനെ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് എന്തിനാണ് അത് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഭാരം ചുമക്കേണ്ടത് എന്നൊന്നും കഴുതയ്ക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അപ്പോൾ ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുത ദിവസവും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം കഴുത എന്ത് ചെയ്യുന്നു? വയസ്സായി ചത്തുപോകുന്നു. അപ്പോൾ അത്രമാത്രം, അപ്പോൾ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു സമയമാണ് കഴുത എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്, തനിക്ക് വലിയ പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഇല്ല. അപ്പോൾ കഴുത ചിലവഴിക്കുന്ന കാലഘട്ടത്തെ, കഴുത ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദീർഘകാലമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ദീർഘകാലം എന്നാണ് ഡോങ്കീസ് ഇയേഴ്സിന്റെ അർത്ഥം. ഇനി ഗിനി പിഗ്. ഗിനി പിഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇത് സാധാരണ പറയും പരീക്ഷണങ്ങൾക്ക് ഗിനിപ്പന്നികളെ പോലെ മനുഷ്യരെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? ശരിക്കും ഗിനിപ്പന്നി എന്ന് പറഞ്ഞത് പന്നിയല്ല കേട്ടോ. നിങ്ങൾ ഈ സിനിമകളിലൊക്കെ ശാസ്ത്രജ്ഞന്മാർ ഈ വെള്ള നിറത്തിലുള്ള ഒരു എലിയെ എടുത്ത് കയ്യിൽ വെച്ച് അതിനെ ഇഞ്ചക്ഷനൊക്കെ വെക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? പാവം ആ സാധനം, ആ എലി ഉണ്ടല്ലോ, വെള്ള കളറിലുള്ള ആ സാധനമാണ് ശരിക്കും ഗിനി പിഗ് എന്ന് പറയുന്നത്. അതിന് എന്തിനാ ഉപയോഗിക്കുന്നത്? മരുന്ന് പരീക്ഷണങ്ങൾക്കും മറ്റുമാണ് ആ ജീവിയെ ഉപയോഗിക്കുക. അപ്പോൾ ഗിനി പിഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? പരീക്ഷണ വസ്തു. ഇനി ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വലത് കൈ കൊണ്ടാണ് ഷേക്ക് ഹാൻഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡേഴ്സ് പറയുന്നത് ഞാൻ ലെഫ്റ്റ് ഹാൻഡേ കൊടുക്കത്തുള്ളൂ. എന്നാലും നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ്? വലത് കൈ കൊണ്ടാണ്. അതായത് നല്ല രീതിക്കാണ് നമ്മൾ ആശംസിക്കുക. എന്നാൽ ചിലർ നമ്മുടെ രംഗണ്ണനൊക്കെ പറയും പോലെ നന്നായി വാ എന്നൊക്കെ ആശംസിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിൽ എന്താണ്? അപ്പോൾ നീ നശിച്ചു പോ എന്ന് വിചാരിച്ചിട്ടാണ് പുറമേക്ക് നന്നായി വാ എന്ന് അനുഗ്രഹിക്കുക. അപ്പം അങ്ങനെയുള്ള പ്രശംസകളെ, അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയൊക്കെയാണ് ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറയുക. അപ്പോൾ അതിനെന്താ മലയാളത്തിൽ പറയുന്നതെന്ന് അറിയാമോ? വിപരീതാർത്ഥ പ്രശംസ. വിപരീതാർത്ഥ പ്രശംസ. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കറുത്ത കാലുകളോട് കൂടിയ മനുഷ്യനെന്നാണോ? അല്ല. ഒരു കൂട്ടത്തിൽ നിന്നിട്ട് ആ ഗ്രൂപ്പിനെ മുഴുവനായിട്ട് മുറ്റുകൊടുക്കുകയോ ചതിക്കുകയോ ചെയ്യുന്ന മനുഷ്യരെ സൂചിപ്പിക്കാനാണ് ബ്ലാക്ക് ലെഗ് എന്ന പദം ഉപയോഗിക്കുക. മലയാളത്തിൽ അതിനെ എങ്ങനെ പറയും? കരിങ്കാലി. എന്താണ്? കരിങ്കാലി. ഒന്നുകൂടെ നോക്കാം. ഗാർഡിയൻ നോട്ട് ഊരാ കുടുക്ക്, ഡെഡ് ആസ് എ ഡോഡോ നിലവിലില്ലാത്ത, ഡോങ്കീസ് ഇയേഴ്സ് ദീർഘകാലം, ഗിനി പിഗ് പരീക്ഷണ വസ്തു, ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് വിപരീതാർത്ഥ പ്രശംസ, ബ്ലാക്ക് ലെഗ് കരിങ്കാലി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്തതിലേക്ക് ഇപ്പോൾ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാതെ എല്ലാത്തിലും ഒരു സംശയബുദ്ധി നിലനിർത്തുന്ന മനുഷ്യന്മാരെ സൂചിപ്പിക്കാനാണ് ഡൗട്ടിങ് തോമസ് എന്നുള്ള ശൈലി ഉപയോഗിക്കുക. മലയാളത്തിൽ ഇതിനെ എങ്ങനെ പരിഭാഷപ്പെടുത്തും? അല്പവിശ്വാസി. എന്താണ്? അല്പവിശ്വാസി. ഇനി ഫയർ വിത്ത് ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യം കൊണ്ട് ജ്വലിക്കുക എന്നുള്ള അർത്ഥമാണ്
ഫയർ വിത്ത് ആങ്കർ എന്ന് പറയുക. മലയാളത്തിൽ പറഞ്ഞിട്ടില്ലേ, ഓ അയാൾ അവിടെ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം ദേഷ്യത്തിലായിരുന്നു എന്നാണ് അർത്ഥം. അയാളുടെ അടുത്തെങ്ങാനും പോയാൽ അപ്പം നമ്മളെ പിടിച്ച് കൊന്നു കളയും എന്നുള്ള രീതിക്കുള്ള ദേഷ്യത്തെ നമ്മൾ സൂചിപ്പിക്കാനാണ് ഫയർ വിത്ത് ആങ്കർ എന്നുള്ള പദം ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ രോഷാകുലനാവുക. എന്താണ്? രോഷാകുലനാകുക. അടുത്തത് ഫോർബിഡൻ ഫ്രൂട്ട്. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ എന്താണ്, അരുതാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുന്നതിനെ അല്ലെങ്കിൽ അരുതാത്തത് എന്ന് വിചാരിക്കുന്നതിനെ നമ്മൾ സമീപിക്കുമ്പോൾ എന്തെങ്കിലും പാടില്ല, എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന എന്തോ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തേക്ക് പോയി നമ്മൾ അതിനെ സ്പർശിക്കാനോ അതിലേക്ക് കടക്കാനോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഫോർബിഡൻ ഫ്രൂട്ട്. അരുതാത്ത എന്തോ ഒന്ന് ചെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥം. അതിന് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? വിലക്കപ്പെട്ട കനി. എന്താണ്? വിലക്കപ്പെട്ട കനി. ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. എന്താണ്? ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെപ്പോഴാണ് ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്നുള്ള ശൈലി ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാത്രം ആവശ്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത്തരം ശൈലി ഉപയോഗിക്കുക. ഇതിൻ്റെ മലയാളം സ്വാർത്ഥ താല്പര്യമുണ്ടാവുക എന്നാണ്. സ്വാർത്ഥ താല്പര്യമുണ്ടാവുക. അടുത്ത നോക്കാം, ഹെർക്കുലിയൻ ടാസ്ക്. എന്താണ്? ഹെർക്കുലിയൻ ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു ജോലി, വളരെ കഠിനാധ്വാനം വേണ്ടുന്ന ഒരു ജോലി നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് ഹെർക്കുലിയൻ ടാസ്ക് എന്നുള്ള ശൈലി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മലയാളമാണ് ഭഗീരഥ പ്രയത്നം. ഭഗീരഥൻ എന്താ ചെയ്തത്? ഗംഗയെ, ആകാശത്തിലിരുന്ന ഗംഗയെ തപസ് ചെയ്ത് ഭൂമിയിലെ നിവാസികൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് അത്രമാത്രം പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായില്ലേ? അത്തരത്തിൽ പ്രയാസമുള്ള, നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സാധിച്ചെടുക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഹെർക്കുലിയൻ ടാസ്ക് അല്ലെങ്കിൽ ഭഗീരഥ പ്രയത്നം. ഇനി ഹിറ്റ് ദ ബിഗ് ടൈം. ഹിറ്റ് ദ ബിഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ കരിയറിലെയോ ജീവിതത്തിലെയോ ഏറ്റവും നല്ല സമയത്തിൽ എത്തിച്ചേരുന്നതിനെയാണ് ഹിറ്റ് ദ ബിഗ് ടൈം എന്ന് പറയുക. ഇതിനെ മലയാളത്തിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? പ്രശസ്തിയിലെത്തുക. എന്താണ്? പ്രശസ്തിയിലെത്തുക. ഒന്നുകൂടെ നോക്കിക്കോ. ഡൗട്ടിംഗ് തോമസ്, അല്പവിശ്വാസി. ഫയർ വിത്ത് ആങ്കർ, രോഷാകുലനാവുക. ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി. ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്, സ്വാർത്ഥ താല്പര്യമുണ്ടാവുക. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹിറ്റ് ദ ബിഗ് ടൈം, പ്രശസ്തിയിലെത്തുക. നോക്കൂ, ഇൻ ദ സോപ്പ്. എന്താണ്? ഇൻ ദ സോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അർത്ഥം എടുക്കണേ. ശരിക്കുള്ള അർത്ഥം അങ്ങനെയല്ല. എന്താണ് നിങ്ങൾ ഓർക്കുക? നിങ്ങളൊരു സോപ്പിൻ്റെ പുറത്ത് നിങ്ങളെ ചവിട്ടിന്ന് വയ്ക്കുക. എന്ത് സംഭവിക്കും? നമുക്ക് ബാലൻസ് തെറ്റില്ല, നമ്മൾ വീഴും അല്ലേ? അപ്പോൾ വീഴുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടാകും. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇൻ ദ സോപ്പിനെ, കേട്ടോ. ഇൻ ദ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ അതിനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ കുഴപ്പത്തിൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും, കേട്ടോ. കുഴപ്പത്തിൽ. ഇൻ ദ സോപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പത്തിൽ, എന്തോ പ്രശ്നത്തിൽ അകപ്പെടുക എന്നുള്ളതാണ് അർത്ഥം. ഇൻ ദ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നടക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇൻ ദ പൈപ്പ് ലൈൻ. അത് പൈപ്പ് ലൈൻ അതൊന്നും ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം, കേട്ടോ. എന്തോ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്, അത് തീർച്ചയായും നടക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇൻ ദ പൈപ്പ് ലൈൻ. അപ്പോൾ ഇതിനെ മലയാളത്തിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിക്കാവുന്നത്. ഇനി ഐവറി ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐവറി ത്രോൺ എന്ന പേരിലൊരു ബുക്കൊക്കെ ഉണ്ടല്ലേ മലയാളത്തിൽ. ആരാ എഴുതിയത്? അതിൻ്റെ മലയാളം പരിഭാഷ ദന്തസിംഹാസനം എന്നാണ്. ഓത്തർ ആരായിരുന്നു? മനു പിള്ളയായിരുന്നു. അപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഐവറി ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദന്തസിംഹാസനം. എന്താണ്? ദന്തസിംഹാസനം. ഇനി മേക്ക് കാസിൽ ഇൻ ദി എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൽ, എയറിൽ നമ്മളൊരു കൊട്ടാരം ഉണ്ടാക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? ആകാശത്തൊരു കൊട്ടാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എയറിലൊരു കൊട്ടാരം നിൽക്കുക എന്നുള്ളത് നടക്കുന്ന കേസല്ല അല്ലേ? അപ്പോൾ അതെന്താണ്? അതൊരു സങ്കല്പമാണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സങ്കല്പത്തെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പദം. എന്താണ്? മേക്ക് കാസിൽ ഇൻ ദി എയർ എന്നുള്ള ശൈലി ഉപയോഗിക്കുക. ഇതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ആകാശക്കോട്ട കെട്ടുക. എന്താണ്? ആകാശക്കോട്ട
കെട്ടുക. നെവർ ഡു വെൽ. എന്താണ് നെവർ ഡു വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ലാത്ത വസ്തുക്കളെ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ സൂചിപ്പിക്കാനാണ് നെവർ ഡു വെൽ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇതിനെ മലയാളത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഒന്നിനും കൊള്ളാത്തത്. എന്താണ് ഒന്നിനും കൊള്ളാത്തത്? ഇനി അടുത്ത നോക്കിക്കേ, ന്യൂയോർക്ക് ടൈം. എന്താണ് ന്യൂയോർക്ക് ടൈം? ന്യൂയോർക്ക് ടൈം എന്നുള്ള ആ ശൈലി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂയോർക്ക് എങ്ങനെയുള്ള നഗരമാണ്? വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നഗരമാണ് അല്ലേ? നിങ്ങൾ സിനിമയിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. രാത്രി കാലങ്ങളിൽ പോലും നഗരം എന്ത് ചെയ്യാറില്ല? ഉറങ്ങാറില്ല. അത് ഭയങ്കര ബിസി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഓരോ നിമിഷവും എങ്ങനെയുള്ളതാണ്? വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ഈ ശൈലിയെ ഓർക്കാൻ. ന്യൂയോർക്ക് ടൈം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്. ഒന്നുകൂടെ നോക്കാം. ഇൻ ദ സോപ്പ്, കുഴപ്പത്തിൽ. ഇൻ ദ പൈപ്പ് ലൈൻ, തീർച്ചയായും സംഭവിക്കാവുന്നത്. ഐവറി ത്രോൺ, ദന്തസിംഹാസനം. മേ കാസിൽ ഇൻ ദി എയർ, ആകാശക്കോട്ട കെട്ടുക. നെവർ ഡു വെൽ, ഒന്നിനും കൊള്ളാത്തത്. ന്യൂയോർക്ക് ടൈം, വളരെ പെട്ടെന്ന്. നോട്ട് വർത്ത് വൺ സോൾട്ട്. എന്താണ് നോട്ട് വർത്ത് വൺ സോൾട്ട്? എന്നാൽ ഒരു കാര്യം എന്താണ്? ഒരു വസ്തു കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല, ഒരു ഉപയോഗവുമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നോട്ട് വർത്ത് വൺ സോൾട്ട് എന്നുള്ള പദം പ്രയോഗം നമ്മൾ ഉപയോഗിക്കുക. അതായത് തികച്ചും പ്രയോജനരഹിതം എന്ന് അർത്ഥം. തികച്ചും പ്രയോജനരഹിതം. അടുത്ത നോക്കിക്കേ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എന്താണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ? ബ്ലൂ മൂൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അങ്ങനെ ബ്ലൂ മൂൺ ഉണ്ടാകുമ്പോൾ മാത്രം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. അതിനെ മലയാളത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? വളരെ അപൂർവമായി. വളരെ അപൂർവമായി. ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഓൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഓൺ ദി കാർഡ്സ് എന്നുള്ളത് കേട്ടോ. ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവം എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുള്ളതാണ്. നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഈ സംഭവം നടക്കാറുണ്ട്, എന്തോ ഒരു കാര്യം അത് എപ്പോഴും സംഭവിക്കാറുള്ളതാണല്ലോ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. ഓൺ ദ കാർഡ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും സംഭവിക്കാവുന്നത്. ഈ മഴയൊക്കെ എപ്പോഴും പെയ്തേക്കാം അല്ലേ? മഴ പെയ്യുന്ന ക്ലൈമറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നല്ല മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ ആണെങ്കിലോ മഴ പെയ്തേക്കാം. പക്ഷേ എന്ത് ചെയ്യാറില്ല? ആലിപ്പഴം എപ്പോഴും പൊഴിയാറില്ല. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ്. ഈ ആലിപ്പഴം പൊഴിയുന്നത് അങ്ങനെയുള്ള അപൂർവമായ സംഭവമാണെന്ന് ഓർക്കുക. ഓൺ ദി കാർഡ്സ്, മഴ പെയ്യുന്നത് എപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണെന്ന് ഓർക്കുക. ഇനി സിക്ക് ആസ് എ ഡോഗ്. സിക്ക് ആസ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടി വയ്യാതായാലും എങ്ങനെയായിരിക്കും അവസ്ഥ? അത് പിന്നെ അത് എഴുന്നേക്കുവോ ഇല്ല, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അത് മരിച്ചു പോകുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അത് പെട്ടെന്ന്, നിങ്ങൾ പെറ്റൊക്കെ ഉള്ളവർക്ക് അറിയാം, പെട്ടെന്നാണത് എന്തായി മാറുന്നത്? അവശനായിട്ട് മാറുക. അപ്പൊ അങ്ങനെയുള്ള രോഗാവസ്ഥയിലുള്ള മനുഷ്യന്മാരെ പറയുന്നതാണ് സിക്ക് ആസ് എ ഡോഗ് എന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? തീരെ അവശനാവുക. ഇനി സ്വോർഡ് എഫ് അല്ല, സോർഡ് ഓഫ് ഡെമോക്ലസ്. എന്താണ് സ്വോർഡ് ഓഫ് ഡെമോക്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്ലസിന്റെ വാൾ എവിടെയാണ് കിടക്കുന്നത്? തലയ്ക്ക് മീതെയാണ് തൂങ്ങി നിൽക്കുക അല്ലേ? ഒരാൾ കിടക്കുമ്പോൾ തലയ്ക്ക് മീതെ ഒരു വാള് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു ഒരു ചരടിന്മേൽ. ഒരു കാറ്റടിച്ചാലോ അതിന്മേൽ എന്തെങ്കിലും വന്ന് വീണാലോ തട്ടിയാലോ ആ വാൾ എന്ന് സംഭവിക്കാം, വാള് നേരെ വന്ന് നമ്മുടെ തലയിലേക്ക് പറിച്ച് നമ്മൾ മരിച്ചു പോകാം. അപ്പോൾ അത് ഒരു അപകടത്തെ നമ്മൾ എപ്പോഴും കൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഈ സോർഡ് ഓഫ് ഡെമോക്ലസ് എന്ന് പറയുന്ന എന്ന ശൈലി കൊണ്ട് ഉപയോഗിക്കുക. സോർഡ് ഓഫ് ഡെമോക്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടം. സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ. എന്താണ് സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ? ഒരു കാട്ടിൽ എങ്ങനെയാണ് തീ ഉണ്ടാവുക? ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി, കാട് മുഴുവനും കത്തിപ്പോകും. പെട്ടെന്നാണ് പടരുക. ആരും ഒന്നും ചെയ്തിട്ടല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ കൊണ്ടുവന്ന് ചെറിയൊരു തീപ്പൊരി വെച്ചാൽ മതി, പിന്നെ ആരുടെ സഹായമില്ലാതെ അത് പടർന്ന് പൊക്കോളും. അതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും മനുഷ്യന്മാരെ കുറിച്ചുള്ള പ്രചരണങ്ങൾ, അത് ദുഷ്പ്രചരണമോ സത്പ്രചരണമോ എങ്ങനെയാവാം. ഒരാളെ കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു, പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകർന്ന് ആ വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളെ സൂചിപ്പിക്കാനാണ് സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ എന്ന സെന്റൻസ് ഉപയോഗിക്കുക. ഇതിന്റെ മലയാളം എന്താണ്? കാട്ടുതീ പോലെ പടരുക.
ഒന്നുകൂടെ നോക്കാം. നോട്ട് വർത്ത് വൺ സോൾട്ട്, തികച്ചും പ്രയോജനരഹിതം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വളരെ അപൂർവമായി. ഓൺ ദി കാർഡ്സ്, മിക്കവാറും സംഭവിക്കാവുന്നത്. സിക്ക് അസ് എ ഡോഗ്, തീരെ അവശനാവുക. സോർഡ് ഓഫ് ഡെമോക്ലസ്, ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടം. സ്പ്രെഡ് ലൈക്ക് എ വൈൽഡ് ഫയർ, കാട്ടുതീ പോലെ പടരുക. അടുത്ത നോക്കാം, നോക്കിക്കേ. ടു ബേൺ കാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ്. എന്താണ് ടു ബേൺ കാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് തൻ്റെ വീടിനെയോ അല്ലെങ്കിൽ തന്നെയോ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കരമായി അധ്വാനിക്കുക, ജീവിതം കരിപിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് വരിക. അപ്പോൾ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ടു ബേൺ ദ ക്യാൻഡിൽ അറ്റ് ദ ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായി അധ്വാനിക്കുക. ടു ബി ഇൻ സംബഡീസ് ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരെയൊക്കെ നല്ലതെന്നും ചിലരെയൊക്കെ നമ്മൾ ചീത്ത എന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നല്ലത് എന്ന് മാർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഗുഡ് ബുക്കിലുള്ളവരും ചീത്ത എന്ന് മാർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ചീത്ത ബുക്കിൽ, ബാഡ് ബുക്കിലുള്ളവരുമാണ്. അപ്പോൾ ടു ബി ഇൻ സംബഡീസ് ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവ്വമായിട്ട് ഒരാളുടെ ഇഷ്ടഭാജനമായി തീരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെയാണ് ടു ബി ഇൻ സംബഡീസ് ഗുഡ് ബുക്സ് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന്റെ മലയാളം എന്താണ്? പ്രീതി സമ്പാദിക്കുക. ടു ബ്രേക്ക് ദ ഐസ്. ടു ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഒരു വഴക്കിന് ശേഷം ഒരു വീടിനകത്ത് കനത്ത മൗനം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് അവരിങ്ങനെ സംസാരിക്കാതിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ നിർദ്ധാരണം ചെയ്യുന്ന രീതിയിലോ അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിനെയാണ് നമ്മൾ ടു ബ്രേക്ക് ദ ഐസ് എന്ന് പറയുക. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞുണ്ടാകുന്ന നിശബ്ദതയെ ഒരാൾ ഭേദിക്കുമ്പോഴാണ് ടു ബ്രേക്ക് ദ ഐസ് എന്നുള്ള പ്രയോഗം ഉണ്ടാവുക. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിലാക്കുന്നത്? മൗനം ഭഞ്ജിക്കുക. ടു ലൂസ് ഹേർട്ട്. എന്താണ് ടു ലൂസ് ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥയെയാണ് ടു ലൂസ് ഹേർട്ട് എന്ന് പറയുക. വിഷമിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. പെട്ടെന്ന് അങ്ങ് വിഷമിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ടു ലൂസ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് മലയാളത്തിലേക്ക് മാറ്റുക? ദുഃഖിതനാവുക. എന്താണ്? ദുഃഖിതനാവുക. ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. എന്താണ് ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ചെയ്ത് ഭയങ്കരമായിട്ട് അതിന് സക്സസ് ആകുമ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുക. മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു വിജയം എന്നുള്ള അർത്ഥം നിങ്ങൾ എടുക്കുക. ഇതിനെ മലയാളത്തിലേക്ക് എങ്ങനെ മാറ്റും? മികച്ച വിജയം നേടുക. ടു അപ്സെറ്റ് ദ ആപ്പിൾ കാർട്ട്. എന്താണ്? ടു അപ്സെറ്റ് ദ ആപ്പിൾ കാർട്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ ആ കാര്യത്തിന് ആരെങ്കിലും വന്ന് ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു, അതിനെ ആരെങ്കിലും വന്ന് ഏടാകൂടങ്ങളൊക്കെ ഒപ്പിച്ച് അതിനെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് ടു അപ്സെറ്റ് ദ ആപ്പിൾ കാർട്ട് എന്ന് പറയുക. നിങ്ങൾ വെക്കേഷന് ടൂർ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇടുന്നു, ആ കൂട്ടത്തിലേക്ക് ഒരാൾ കയറി വന്ന് മൊത്തത്തിൽ അതിനെ അലങ്കോലമാക്കി തരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാം. ഇതിനെ എങ്ങനെ മലയാളത്തിലേക്കാക്കും? പദ്ധതി നശിപ്പിക്കുക. ഒന്നുകൂടെ നോക്കാം. ടു ബേൺ ദ ക്യാൻഡിൽ അറ്റ് ദി ബോത്ത് എൻഡ്സ് ടു ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, കഠിനമായി അധ്വാനിക്കുക. ടു ബി ഇൻ സംബഡീസ് ഗുഡ് ബുക്സ്, പ്രീതി സമ്പാദിക്കുക. ടു ബ്രേക്ക് ഐസ്, മൗനം ഭഞ്ജിക്കുക. ടു ലൂസ് ഹേർട്ട്, ദുഃഖിതനാവുക. ടു കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, മികച്ച വിജയം നേടുക. ടു അപ്സെറ്റ് ദ ആപ്പിൾ കാർട്ട്, പദ്ധതി നശിപ്പിക്കുക. ഓക്കെ, ഇനി നോക്കാം, അടുത്തത് നോക്കാം. ടു ഈറ്റ് വൺസ് ഹേർട്ട് ഔട്ട്. എന്താണ്? ടു ഈറ്റ് വൺസ് ഹേർട്ട് ഔട്ട്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു കൂട്ടം വ്യക്തികളോ ഒരു വ്യക്തിയോ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അയാളത് പുറത്ത് പറയാതെ അതിനെ സഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ടു ഈറ്റ് വൺസ് ഹേർട്ട് ഔട്ട് എന്ന് പറയുക. അതിൻ്റെ അർത്ഥം മലയാളത്തിലേക്ക് നമ്മളെങ്ങനെ മാറ്റും? നിശബ്ദമായി സഹിക്കുക. നിശബ്ദമായി സഹിക്കുക. ഇനി അടുത്ത് നോക്കാം. ടു പുൾ എ ഫേസ്. എന്താണ്?
ടു പുൾ എ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലർക്കൊക്കെ പറ്റും എന്ത് സങ്കടം ഉണ്ടായാലും അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടായാലും അകത്ത് അതിനെ വെച്ചിട്ട് പുറമേക്ക് സന്തോഷം കാണിക്കാൻ അല്ലെങ്കിൽ പ്രീതി കാണിക്കാൻ. പക്ഷെ ചിലർക്കത് കഴിയണമെന്നില്ല. എന്ത് ചെയ്യും? അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ മുഖം ഒക്കെ നമ്മൾ ചുളിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക് നമ്മൾ വക്രിച്ചൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുഖത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ടു പുൾ എ ഫേസ് എന്ന് പറഞ്ഞാൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുക. അടുത്തത് ടു പ്ലഫ് എ ലോൺലി ഫറോ. എന്താണ് ടു പ്ലഫ് എ ലോൺലി ഫറോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക, ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഈ ഒരു ശൈലി ഉപയോഗിക്കുക. അതിനെ മലയാളത്തിലേക്ക് എങ്ങനെ മാറ്റാം? തനിയെ പ്രയത്നിക്കുക. ടു ഗെറ്റ് ദ ബോട്ടം ഓഫ് സംതിങ്. ടു ഗെറ്റ് ദ ബോട്ടം ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് സംതിങ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ്. അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ PSCയുടെ ആൻസർ ഇങ്ങനെയാണ്: സംഗതി മനസ്സിലാക്കുക. ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബുക്ക് വായിക്കുന്നു, ആ ബുക്കിൽ കാണുന്ന വരികളുടെ അർത്ഥം തന്നെ ആയിരിക്കണം എന്നില്ല എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കേട്ടോ? അപ്പൊ നമ്മളൊരു കാര്യം വായിക്കുന്നു, ആ വായിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് വരികൾക്കിടയിലൂടെയുള്ള വായന. ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നതിലും കൂടുതലായ ഒരു അർത്ഥത്തെ നമ്മൾ കണ്ടെത്തുക എന്നർത്ഥം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? വരികൾക്കിടയിൽ വായിക്കുക എന്ന് വെച്ചാൽ 2 വരി എടുത്ത് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ശൂന്യതയെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ആ സ്പേസ് കാണുക എന്നുള്ളതല്ല. 2 വരികൾക്കിടയിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വരികൾക്ക് പുറമേ എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ കണ്ടെത്തുക എന്നാണ് അർത്ഥം. ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിൽ വായിക്കുക. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ, ഒരു കള്ളത്തരത്തെ പുറത്തു കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇതിനെ എങ്ങനെയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കള്ളി വെളിച്ചത്താവുക. നോക്കിക്കോ. ടു ഈറ്റ് വൺസ് ഹേർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ നിശബ്ദമായി സഹിക്കുക. ടു പുൾ എ ഫേസ് എന്ന് പറഞ്ഞാൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുക. ടു പ്ലഫ് എ ലോൺലി ഫെറോ എന്ന് പറഞ്ഞാൽ തനിയെ പ്രയത്നിക്കുക. ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലാക്കുക. ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് വരികൾക്കിടയിൽ വായിക്കുക. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറഞ്ഞാൽ കള്ളി വെളിച്ചത്താവുക. അടുത്തത് നോക്കൂ. ടു ബിക്കം അബ്സല്യൂട്ട്. എന്താണ് ടു ബിക്കം അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ നിന്നു കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് യോജ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിക്കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ടു ബിക്കം അബ്സല്യൂട്ട് എന്ന് പറയുക. മലയാളത്തിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ടു ബിക്കം അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ വഴങ്ങാതെ ഒഴിയുക. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതിൻ്റെ ഫലമൊന്നും കാണുന്നില്ല, വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് ഇതുവരെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അതിന് വേണ്ടി തന്നെ നമ്മൾ വീണ്ടും പ്രയത്നിക്കുന്നെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മലയാളത്തിൽ എങ്ങനെ മാറ്റും? എങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും? നിഷ്ഫലമായ പ്രവൃത്തി. എന്താണ്? നിഷ്ഫലമായ പ്രവൃത്തി. ഇനി വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ കൺമുന്നിൽ നിന്ന് ഒരാൾ പറയുന്ന കാര്യം വെറും കള്ളമാണ്, തികച്ചും കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ശൈലിയാണ് വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. നമ്മൾ പറയത്തില്ലേ നുണ, നട്ടാൽ കുരുക്കാത്ത നുണ എന്ന് പറയില്ലേ, അതാണ് വൈറ്റ് ലൈ, പച്ചക്കള്ളം. വൈറ്റ് ആണെങ്കിലും അത് മലയാളത്തിലേക്ക് മാറുമ്പോൾ പച്ചക്കള്ളമാവും കേട്ടോ, ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട്. യങ് ടർക്ക്. എന്താണ് യങ് ടർക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് യങ് ടർക്ക് എന്ന് പറഞ്ഞാൽ? ഒരാള് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ ആശയങ്ങൾക്ക് വേണ്ടി അയാൾ വിപ്ലവത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് യുവ തുർക്കി. എന്താണ്? യുവ
തുർക്കി. വിപ്ലവകാരി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം, വിപ്ലവകാരി. ഇനി പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേരെ ഒരു പാമ്പ് ഇഴഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നു. എന്താണ്, പടിയെടുത്ത് പാമ്പിനെ തല്ലിക്കൊല്ലണോ അതോ പാമ്പ് കടിക്കാത്ത ഒരിടത്തേക്ക് നിങ്ങൾ സേഫായിട്ട് മാറണോ, അത് കഴിഞ്ഞ് ആൾക്കാരെ കൂട്ടി വന്ന് പാമ്പിനെ പിടിക്കണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ആ ഒരു കാര്യം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്. നേരിടുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, അത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. നിങ്ങളുടെ മനസ്സിന് അത്തരം ഒരു കഴിവുണ്ടെങ്കിൽ അതിനെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുക. മലയാളത്തിൽ എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്യുക? മനസാന്നിധ്യം. ഐ വിൽ അസിസ്റ്റ്. എന്താണ് ഐ വിൽ അസിസ്റ്റ്? ഐ വിൽ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം, എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യും എന്നാണ് അർത്ഥം. ഐ വിൽ അസിസ്റ്റ്. അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ സഹായിക്കും. ഒന്നുകൂടെ നോക്കാം. ടു ബിക്കം അബ്സല്യൂട്ട്, വഴങ്ങാതെ ഒഴിയുക. വൈൽഡ് ഗൂസ് ചേസ്, നിഷ്ഫലമായ പ്രവൃത്തി. വൈറ്റ് ലൈ, പച്ചക്കള്ളം. യങ് ടർക്ക്, യുവ തുർക്കി അഥവാ വിപ്ലവകാരി. പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം. ഐ വിൽ അസിസ്റ്റ്, ഞാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പരിഭാഷ എന്ന് പറയുന്ന ഭാഗവുമായി വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗമാണ് കണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ പഴഞ്ചൊല്ലുകാരുടെ തർജ്ജമ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ PSC പരീക്ഷകൾക്ക് സാധാരണയായി ചോദിക്കാനിടയുള്ള SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും അവയുടെ ശരിയായ പരിഭാഷയുമാണ് നമ്മൾ കണ്ടത്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ഭാഗങ്ങളുമായി വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.